പ്രിയപ്പെട്ട പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ്, സെക്രട്ടറി ശ്രീ സജിത്, ജനപ്രിയനായ പാർലമെന്റ് അംഗം ശ്രീ എം കെ രാഘവൻ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, ശ്രീ ജയന്ത് സുബ്രഹ്മണ്യം, ശ്രീ ബാലനാരായണൻ അടക്കമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളെ, പ്രിയമുള്ള മാധ്യമ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനെയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച കോഴിക്കോട് പ്രസ് ക്ലബിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വ്യാപൃതരാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം UDFനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്നാണ് കോൺഗ്രസ് ഏറ്റവും വലിയ വിജയം നേടി. 70% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്ന് UDFന് നേടാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെപ്പറ്റിയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷത്തെ ഭരണം കേരളത്തെ 10 വർഷം പുറകോട്ട് കൊണ്ടുപോയതാണ്. മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിന് കാര്യമായ പരിക്കുകൾ ഏൽപ്പിച്ച ഒരു ഭരണമാണിത്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ഇടയ്ക്ക് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണ്. അത് തൃക്കാക്കരയാണെങ്കിലും, അതിനുശേഷം നടന്ന പുതുപ്പള്ളിയാണെങ്കിലും, പാലക്കാടാണെങ്കിലും, നിലമ്പൂരാണെങ്കിലും, ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം 5,000 കുറച്ചു. അപ്പം അതെല്ലാം സംസ്ഥാനത്ത് ഒരു ജനവിരുദ്ധത സർക്കാരിനുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ആ ജനവിരുദ്ധത മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം UDFനെ വിജയിപ്പിച്ചത്. ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. ഈ ഗവൺമെന്റ് പഞ്ചായത്തുകളെ ഞെക്കിക്കൊന്ന ഒരു ഗവൺമെന്റാണ്. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രീ രാജീവ് ഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീ നരസിംഹറാവുവിന്റെ ഗവൺമെന്റും ചെയ്ത കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കാൻ ഈ 10 വർഷം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ധാരാളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുത്തു. ഫണ്ടുകൾ കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. ഫണ്ട് അലോട്ട് ചെയ്താൽ പോലും ട്രഷറി ബാൻ കാരണം ഫണ്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടില്ല. അതിൽ ഇടതുപക്ഷ പഞ്ചായത്തുകൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. അപ്പം ഇതെല്ലാം, അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഏറ്റവും ശക്തമാണ്. ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് കേരളമാണ് വിലക്കയറ്റത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. ഇപ്പം മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം ഉണ്ടെന്നൊരു വലിയ PR ക്യാമ്പയിൻ നടന്നു. അതുകൊണ്ട് ഒരാൾക്ക് പോലും പ്രയോജനം കിട്ടിയതായി ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ബേപ്പൂരിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ട് വന്നു. അവിടെയെല്ലാം ഫോം വിതരണം ചെയ്യാണ്. 1000 രൂപ കൊടുക്കുമെന്ന് സ്ത്രീകൾക്ക്. ഫോം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇവർ വിതരണം ചെയ്തിരുന്നു. ലൈഫിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അതിന് അപേക്ഷ കൊടുത്ത് കാത്തിരുന്നു. ഒരാൾക്കും കിട്ടിയില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഈ 1000 രൂപയുടെ ഫോം കൊടുത്ത ആളുകളെ പറ്റിക്കാം എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് കരുതുന്നത്. അവർ റബ്ബറിന് 10 രൂപയാണ് താങ്ങുവില വർദ്ധിപ്പിച്ചത്. 250 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ 2500 ആക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചു. 5 വർഷം കഴിഞ്ഞപ്പോഴും 2500 ആക്കാൻ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കും? അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള
ഒരു രാഷ്ട്രീയ നടപടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, CPM അതിശക്തമായ വർഗീയ പ്രചരണം നടത്തുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൗരാവകാശ നിയമത്തെപ്പറ്റി മാത്രമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. പക്ഷെ അതിന് പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് കളം മാറ്റി ചവിട്ടുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കോഴിക്കോട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശക്തമായി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെയുമല്ല, വിവിധ ജനവിഭാഗങ്ങളിൽ വർഗീയത അല്ലെങ്കിൽ ജാതീയത ആളിക്കത്തിക്കുന്ന പ്രചരണം CPM നടത്തുകയാണ്. ഇന്നലെ ഞങ്ങളൊരു അവലോകന യോഗം ഉണ്ടായിരുന്നു, നമ്മുടെ ബേപ്പൂർ അല്ലേ, ബേപ്പൂരും പിന്നെ ഒരു സ്ഥലം. അവിടെയൊക്കെ എല്ലാവരും പറഞ്ഞത് വീടുകളിൽ കയറി പറയുന്നതെല്ലാം വർഗീയതയാണ്, ഭരണ നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല. പിന്നീട് കേരളത്തിലെ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ മുഖ്യമന്ത്രിക്ക് വലിയ ധൃതിയായിരുന്നു. പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറ്റി വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി. നാമജപ ഘോഷയാത്ര നടത്തിയവരുടെ പേരിൽ ആയിരക്കണക്കിന് പേരുടെ പേരിൽ കേസെടുത്തു. ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. അതോടെ വനിതാ മതിലുണ്ടാക്കി, നവോത്ഥാന സമിതി ഉണ്ടാക്കി. ഇതെല്ലാം ശബരിമലയെ തകർക്കാനുള്ള CPMന്റെ ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു. ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ്. എല്ലാ മതവിശ്വാസികൾക്കും അവിടെ പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരുന്നു. അവരുടെ വികാരത്തെ എന്തുകൊണ്ട് ഗവൺമെന്റ് കാണുന്നില്ല? ഇവിടെ ആഗോള സംഗമം നടത്തി. അയ്യപ്പ ആഗോള സംഗമം നടത്തിയത് അയ്യപ്പന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ കോടതിയുടെ നടപടി ആരംഭിച്ചത്. കോടതിയുടെ നടപടി ആരംഭിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? 2 CPMന്റെ പ്രധാന നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോവുകയാണ്. അവർ ആരാണിവർ? ഈ 2 പേരും സമുന്നതരായ നേതാക്കന്മാരാണ്. ഒരാൾ മുൻ MLA ആണ്, ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, CPMന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. പത്മകുമാർ അച്യുതാനന്ദന്റെ കയ്യിൽ നിന്ന് പാർട്ടി പിടിച്ച് പത്തനംതിട്ടയിൽ പിണറായി വിഭാഗത്തിന് കൊടുത്തയാളാണ്. MLA ആയിരുന്നു, കോന്നി MLA ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനം ദുരൂഹമാണ്. പാർട്ടി ഇത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇത് ആവിയായി പോയനെ. ഇതങ്ങനെ ആവിയായി പോകാതിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ടാണ്. 30.8 കിലോ സ്വർണമാണ് വിജയ മല്യ അവിടെ കൊടുത്തിട്ട് സ്വർണം പൊതിയാൻ വേണ്ടി കൊടുത്തത്. ദ്വാരപാലക ശില്പങ്ങളും കതവും കട്ടളയും എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതഴിച്ചു മാറ്റി ഇട്ട് ചെമ്പ് തകിട് വെച്ച് അതിൽ സ്വർണം പൂശി. ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞു, ഇതിന് വില എന്ന് പറയുന്നത് 50 കോടിയേ ഉള്ളൂ. ഏത് മൊത്തം 30.8 കിലോ സ്വർണത്തിന് വില, മാർക്കറ്റ് വില 50 കോടിയാണ്. പക്ഷെ ഇത് വിദേശ മാർക്കറ്റിൽ പോയാൽ ഇത് ആന്റിക്സ് ആണ്. അതോടൊപ്പം തന്നെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പൊതിഞ്ഞതാണ്. ഇതിന് 500 കോടിയിലധികം വില വരുമെന്നാണ്, ആന്റിക്സിന്റെ വില, മോഹവില ഉണ്ടാകുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഇപ്പം ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയും. അപ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അവരെ പാർട്ടിയിൽ നിന്നൊരു നടപടി എടുത്തില്ലല്ലോ. പാർട്ടി ഏത് കാര്യത്തിലാണ് നടപടി എടുത്തിട്ടുള്ളത്? എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പോൾ എടുത്താൽ അവർ പല കാര്യങ്ങളും തുറന്നു പറയുമെന്നുള്ള ഭയമാണ് ഇടതുപക്ഷ മുന്നണിക്കും CPMനും ഉള്ളത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പങ്കെടുത്തിട്ട് തീരുമാനിച്ചത് നടപടി വേണ്ടതാണ്. അപ്പം
ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം ഇതാണ്. അമ്പലക്കള്ളന്മാരെ രക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു. മന്ത്രിമാരുടെ പേരിലേക്ക് അന്വേഷണം നീളണം. ഒരു സംശയവുമില്ല, സ്വാഭാവികമായി നീങ്ങേണ്ടതാണ്. പക്ഷെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവർ മുക്കിവെച്ചിരിക്കുകയാണ്. അതിനുള്ള സമ്മർദ്ദം പോലീസിലേക്ക് ഭരണകൂടം നൽകുന്നുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വാസവനും ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തികളാണ്. ഇവർ രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള അവിടെ നടത്താൻ കഴിയില്ല. പിന്നെ പറഞ്ഞ് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പൊ ദൈവതുല്യനായ ആളാരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണ്ടേ? മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ലല്ലോ. വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന മിണ്ടാതിരിക്കാനുള്ള ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നൊരു മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഭരണകൂടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ വിലക്കയറ്റം ചർച്ച ചെയ്യുന്നു, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നു, പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാത്ത ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കള്ള വാഗ്ദാനങ്ങൾ, വെറുതെയുള്ള വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ, 5 കോടിയിലധികം വരുന്ന ഭക്തജനങ്ങളുടെ, അത് ഈ കേരളക്കാർ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ വരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അവരുടെ എല്ലാം വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു ഭരണകൂടം തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ മറ്റു വിഷയങ്ങളോടൊപ്പം? ഞങ്ങളുടെ മാനിഫെസ്റ്റോ വളരെ ആലോചിച്ച് കാർവ് ചെയ്തെടുത്ത ഒന്നാണ്. ഞങ്ങൾ പറഞ്ഞ ആശാ വർക്കർമാർക്ക് 2000 രൂപ ഓണറേറിയം കൊടുക്കും, പഞ്ചായത്ത് വാർഡുകൾക്ക് ഫണ്ട് കൊടുക്കും. തോമസ് ഐസക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പഞ്ചായത്ത് വാർഡിന് എന്തിനാണ് കൊടുക്കുന്നത്? പഞ്ചായത്ത് വാർഡിലല്ലേ, ഗ്രാമസഭകളിലല്ലേ ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു വാർഡ് മെമ്പർ ജയിച്ചാൽ അയാൾക്ക് ഫണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിച്ച മാലിന്യ സംസ്കരണം ഒരു പ്രധാന വിഷയമാകും. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ, ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നടന്നു നോക്കുക, പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ, എല്ലായിടത്തും റോഡുകൾ വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. മനുഷ്യൻ നടക്കാൻ പറ്റത്തില്ല. കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നില്ല, പഞ്ചായത്തുകൾ ശ്രദ്ധിക്കുന്നില്ല, അവർ പണം മുടക്കുന്നില്ല. അപ്പൊ അങ്ങനെ പൊതുവെ കേരളത്തിലെ ഒരു വികസന സ്തംഭനം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിനെല്ലാം ജനങ്ങൾ ഒരു സംശയവും കൂടാതെ തന്നെ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ഭൂരിപക്ഷ വർഗീയതയെ എത്രമാത്രം താലോലിച്ചാലും, ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പിനെ സംബന്ധിച്ച്, കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച്, ഏറ്റവും കൂടുതൽ +2 പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മലപ്പുറത്തും കോഴിക്കോടും മലബാറിലുമാണ്. ഈ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? മലബാറിലുള്ള പൂർണ്ണമായ അവഗണനയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഞാൻ അവസാനമായി വരാം. കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത നിലയിൽ വളരെ ചിട്ടയായി അടുക്കോടെ MPC MK രാഘവന്റെയും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെയും മറ്റ് നേതാക്കളുടെയും നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഫലപ്രദമായ പ്രവർത്തനം. എനിക്ക് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓവറോൾ നിയന്ത്രണമേ എനിക്ക് പറ്റുള്ളൂ. ഓരോ വാർഡിലും പോയി എനിക്ക് ചെയ്യാൻ കഴിയില്ല. പ്രാദേശികമായ ഇൻഫർമേഷൻസും അവിടുത്തെ ഘടകങ്ങളൊക്കെ അറിയാവുന്ന പ്രവീണും ബഹുമാനായ MP ഒക്കെയാണ്. അപ്പോൾ അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ മേയർ കാൻഡിഡേറ്റിനെ പറ്റി പറഞ്ഞു, ഞങ്ങളൊരു പുതിയ മുഖം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം കോഴിക്കോടിന്റെ വികസനം സാധ്യമാക്കാൻ കോഴിക്കോടിനെ പറ്റി സ്വപ്നം കാണുകയും സിനിമ എടുക്കുകയും ചെയ്തൊരു വ്യക്തിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരില്ല.
ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മൾ പലപ്പോഴും പലരും ശ്രമിക്കാറില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ SIR-ലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് മാറ്റുമ്പോൾ അവിടെയും ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാകാം. അപ്പം ഇവിടെ ഇതൊരു മെസ്സേജാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും. നമ്മുടെ വോട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏതായാലും ബിനു ഞങ്ങളോടൊപ്പം തന്നെയാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് വരാൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു മുന്നേറ്റമാണ് UDF നടത്തുന്നത്. 50 വർഷക്കാലത്തെ അഴിമതിയും കൊള്ളയും ഒരു കോർപ്പറേഷനിൽ നടന്ന് യാതൊരു വികസനവുമില്ലാത്ത പ്രദേശം. ഞാൻ തിരുവനന്തപുരം ഇന്നിപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാൻ ആദ്യം പോയി പരിപാടി പോയി ഒരു കോളനിയിലാണ് പോയി. ആ കോളനി പോയിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളിൽ ജീവിക്കുന്ന തൊഴിലാളികളെ പോലെയാണ് അവിടെ ഒറ്റമുറി വീടുകളിൽ ആളുകൾ കഴിയുന്നത്. ഹാർട്ട് ഓഫ് ദ സിറ്റി കോഴിക്കോട് നഗരത്തിലാണെന്ന് പറയണം, അത് മനസ്സിലാക്കണം. എന്നോടൊപ്പം PM നിയാസും ജയന്തും മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ വീടുകളും കയറുമ്പോൾ അവിടുത്തെ സ്ഥിതി, ഇത് കോഴിക്കോട് പട്ടണത്തിലാണ് നടക്കുന്നത്, ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് നടക്കുന്നത്. എന്ത് വികസനമാണ് ഇവിടെ, സാധാരണക്കാരന് എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ട്. 50 വർഷം എന്ന് പറയുന്നത് ഒരു പുരുഷായുസാണ്. ഒരു പുരുഷായുസ് കൊണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സാംസ്കാരിക തലസ്ഥാനമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള കോഴിക്കോടിന് എന്ത് നേട്ടം ഇവർ ഉണ്ടാക്കി. പുറത്തു വരും, ഞാൻ ആരെപ്പറ്റി ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന എന്താണ്, വാർഡുകൾ വെട്ടിമുറിക്കുന്നു. BJPക്ക് അനുകൂലമായി കോൺഗ്രസ് തോക്കണം, BJPക്ക് അനുകൂലമായി വാർഡുകൾ വെട്ടിമുറിച്ചു. അതോടൊപ്പം തന്നെ ബേപ്പൂര് പോലെയുള്ള മുനിസിപ്പാലിറ്റികളായിരുന്നവർ കൂട്ടിച്ചേർത്തു. കാരണം ജയിക്കുമെന്ന് അവർക്കറിയാം, അല്ലാതെ ജയസാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എത്ര കൂട്ടിച്ചേർത്താലും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ ഒരു ഭരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ചോദ്യങ്ങളാവാം. അങ്ങനെയൊന്നും ജനങ്ങളത് ചർച്ച ചെയ്യും. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കേസ്. അതൊരു വ്യക്തിയുടെ കാര്യമാണ്. അതിപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അല്ല, പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറയും. ഞാൻ പറയട്ടെ, പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, നിയമസഭ കൂടിയപ്പോൾ പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്ത് മുകേഷിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. മുകേഷ് എന്ന് പറഞ്ഞ സിനിമാ നടനും കൊല്ലം MLA-യുമായ മുകേഷിന്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. പാർട്ടി സസ്പെൻഡ് ചെയ്തോ? നടപടിയെടുത്തോ? 2 സ്വർണ്ണക്കള്ളന്മാര് ജയിലിൽ കിടക്കുക, വാസുവും പത്മകുമാറും. പാർട്ടി സസ്പെൻഡ് ചെയ്തോ? നടപടിയെടുത്തോ? അപ്പൊ ഞങ്ങളോട് ചോദിക്കുമ്പോൾ തിരിച്ച് ജനങ്ങളിത് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളൊരിക്കലും തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടിക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട്. പക്ഷേ തെറ്റുകളുടെ കൂമ്പാരമാണ് LDF. ഓരോ കേസ് ഞാൻ എല്ലാവരെയും വ്യക്തിപരമായി അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇതിനേക്കാൾ വലിയ കേസുകൾ ഉൾപ്പെട്ട ആളുകൾ പാർട്ടി സംരക്ഷിക്കുകയും പാർട്ടി കോടതി വിധി കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചില്ല. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എനിക്ക് കാര്യത്തിലുള്ളത്. പിന്നെ അല്ലാണ്ട് ഞാൻ വായിച്ചില്ല കേട്ടോ. അല്ല, പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. നടപടി അല്ലേ എടുക്കൂ.
ആരൊളിപ്പിക്കാനാണ്? അതിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുകയല്ലേ. അപ്പം മുൻകൂർ ജാമ്യം കോടതി ചർച്ച ചെയ്യട്ടെ. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് വ്യക്തിപരമാണ്. ഇത് ശബരിമല കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ഇവിടെ നടക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. അപ്പൊ അത് ശബരിമല ഇഷ്യൂവിനെ കാമോഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ കേസ്. ലെറ്റ് ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതല്ലേ സത്യം. ആര് പറഞ്ഞാലും സത്യമല്ല ബാധകവും. BJP പ്രസിഡന്റ് പറയുന്ന, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല ഇഷ്യൂവിൽ യാതൊന്നും ചെയ്യാത്ത പാർട്ടിയാണ്. കാരണം CPM-ഉം BJP-യും തമ്മിൽ നല്ല അന്തർധാരയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ അന്തർധാര ഇപ്പോഴും നിലനിൽക്കുകയാണ്. BJP പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് പ്രക്ഷോഭമാണ് അവർ നടത്തിയെന്ന് പറയണം. എന്ത് ചെയ്തു? BJP ഒന്നും ചെയ്തില്ല. കാരണം CPM-ഉം BJP-യുമായിട്ടുള്ള അന്തർധാര കേരളത്തിൽ വളരെ സജീവമാണ്. അല്ല, അങ്ങനെയല്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്ത നിലപാടാണ്. ഞാനന്ന് ഇന്ത്യയിലില്ലായിരുന്നു, ഞാൻ വെളിയിലായിരുന്നു. എന്നെ പോലും ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ്. എല്ലാ പാർട്ടി നേതാക്കന്മാരും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഓരോ നേതാക്കന്മാരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അത് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ മറുപടി. കോൺഗ്രസിന് ഇങ്ങനെ ഒരു ഉന്നതമായ പാരമ്പര്യമുണ്ട്. അങ്ങും ഉന്നതമായ പാരമ്പര്യം പുലർത്തുന്ന ഒരു നേതാവാണ്. താങ്കളെ പോലുള്ള ആളുകളുടെ ശബ്ദത്തിന് വേണ്ടത്ര പരിഗണിക്കപ്പെടാത്തതുകൊണ്ടാണ് താങ്കൾ ഇതിനെ അംഗീകരിക്കുന്നില്ലാത്ത ഒരാളാണെന്ന് അറിയാം. അപ്പൊ എങ്ങനെയാണ് ഇത്തരം ആളുകളെ MLA സ്ഥാനത്ത് വെച്ച് പുലർത്തുന്നത്? ഇത് ശരിയാണ്? ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മിക ബോധം മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ ഉണ്ട് എന്നങ്ങ് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. I am thankful to you. I am very thankful to you. I am very thankful to you.